രോഗമുള്ളിടത്തെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. ഉദര രോഗികൾ ഉദരത്തിൽ കൈവെക്കണം. ശ്വാസകോശ രോഗികൾ, നെഞ്ച് രോഗികൾ, ഹൃദയ രോഗികൾ ഹൃദയത്തിൽ കൈവെക്കണം. സ്പോണ്ടിലോസിസുകാർ, ടോൺസിറ്റ് തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കണം. കൂടുതൽ രോഗങ്ങളുള്ളവർ കൈകളെ ശരീരം മുഴുവനും ഇതുപോലെ സ്വസ്തിക പോലെ പൊത്തി കർത്താവിന് വെക്കുക, കൈയേൽപ്പിക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉള്ളങ്കാലം മുതൽ ഉച്ചവരെ കർത്താവേ, നിന്റെ വിശുദ്ധ രക്തം ഒഴുക്കണമേ. കർത്താവേ, ഉള്ളങ്കാലം മുതൽ ഉച്ചവരെ നിന്റെ വിശുദ്ധ രക്തം ഒഴുക്കണമേ. യേശുവേ, ക്യാൻസർ രോഗികളെ ഇപ്പോൾ സുഖപ്പെടുത്തണമേ. ഏറ്റവും വലിയ മരുന്നായ, ഏറ്റവും വലിയ കീമയായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തം ക്യാൻസർ രോഗികളുടെ മേൽ അവരുടെ സിരകളിൽ ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തില് ക്യാൻസർ രോഗികള്, മാറാ രോഗികള് യേശുവിന്റെ നാമത്തില്, കിഡ്നി രോഗികള് യേശുവിന്റെ നാമത്തില്, രോഗികള് യേശുവിന്റെ നാമത്തില്, ഹൃദയ രോഗികള് സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും സൗഖ്യത്തിലേക്ക് ആനയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശരീരം മുഴുവനും ഇങ്ങനെ പാടുകൾ വരുന്നവരെ, നീര്, പൊട്ട്, കുരുക്കള്, ചൊറിച്ചില്, ചിരങ്ങ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. അലർജി രോഗികള്, കർത്താവേ, അലർജി രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വെള്ളത്തിൻ്റെ അലർജി, പൊടിയുടെ അലർജി, ലോഹങ്ങളുടെ അലർജി, എല്ലാ അലർജി രോഗികളെയും യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവ് വാർന്ന വലത് കരുത്താൽ അവരെ സ്പർശിക്കണമേ. സ്രാവരോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൂരങ്ങളിൽ നിന്നും ബ്ലഡ്, മുക്കസ്, അങ്ങനെ പോലെ ഓരോ തന്നെ വെള്ളപ്പൊക്ക്, വ്യത്യസ്തങ്ങളായ സ്രാവരോഗങ്ങളെ മാതാവേ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ദൈവശക്തിയാൽ സ്രാവരോഗങ്ങളെ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം, അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം. ഉടമ്പടി വർക്ക് ചെയ്യണത് എപ്പോഴും ഗ്രേസ് ആയിരിക്കും. അതുകൊണ്ടാണ് ഉടമ്പടി തന്നെയല്ല, ബൈബിളിലെ ഫേവേഴ്സ് ആൻഡ് ഗ്രേസസ് വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫെസ്യസ് 2:8 നിങ്ങളുടെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ
കൃപ കൊണ്ടു. ഇത് ഇതിൻ്റെ ബേസിക് ഫോർമുലയാണ്, ഉടമ്പടിയുടെ ബേസിക് ഫോർമുലയാണ്. നിങ്ങളുടെ അപ്പോൾ ഈ മരിയൻ ഉടമ്പടിയുടെ മാത്രമല്ല, ഒരു 8 കവനൻറ്റുകൾ ദൈവം സ്ഥാപിച്ചിട്ടുണ്ട് ഇല്ലേ? ആദത്തിൻ്റെ കവനൻ്റ്, ഏദൻ തോട്ടത്തിൽ വെച്ച് നടത്തിയ കവനൻ്റ് ഉടമ്പടി, അതിനുശേഷം നോഹയുമായി നടത്തിയ കവനൻ്റ്, എബ്രാഹുമായി നടത്തിയ കവനൻ്റ് ഉടമ്പടി, അതുപോലെ തന്നെ മോസസുമായി നടത്തിയ കവനൻ്റ്, ജോഷുവയുമായി നടത്തിയ കവനൻ്റ്, ദാവീദുമായി നടത്തിയ കവനൻ്റ്, പിന്നെ ഈശോ സ്ഥാപിച്ച കുർബാന എന്ന കവനൻ്റ്. എല്ലാം ഉടമ്പടിയാണ്. ദൈവം ഉടമ്പടിയെ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് പക്ഷേ ഈ ഉടമ്പടികളെല്ലാം വർക്കൗട്ട് ചെയ്യണത് 2 ഫോർമുല. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്താണ്? നിങ്ങളുടെ യോഗ്യതയല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ട്. അപ്പം മെറ്റീരിയൽ, നിങ്ങളുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പഠനം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം, നമ്മളുടെ കുടുംബം, നമ്മുടെ സ്വാധീനം, റെക്കമെൻഡ് ചെയ്യാനുള്ള കഴിവ്, ഇങ്ങനെ ഇതെല്ലാം നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള കപ്പാസിറ്റി എല്ലാം മെരിറ്റാണ്. ഈ മെരിറ്റ്, ഒരു മെരിറ്റും ഇല്ലാത്തൊരു മനുഷ്യനല്ലേ ഇപ്പോൾ ഈശോ സിമ്പിളാക്കുന്നത് 12:9. എന്താണ്? ജന്മനാ കൈ സൂക്ഷിച്ചു പോയി, മെരിറ്റില്ലെന്നാണ് പറയണത്. പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞത്? ഞാൻ ഈ 21-ാം സങ്കീർത്തനം 21-ാമത്തെ അധ്യായം, യോഹന്നാൻ്റെ അധ്യായമാണ്, വെളുപ്പിനെ പ്രാർത്ഥിച്ചത്. പഠിക്കണ കാര്യമില്ലല്ലോ, അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു നോട്ടനുസരിച്ച് ഞാനത് ശുശ്രൂഷ നടത്തുന്നതാണ്. അതിന് പഠിക്കണത് വ്യാഖ്യാനങ്ങൾ സഭയുടെ വ്യാഖ്യാനങ്ങളാണോ എന്ന് നോക്കാൻ മാത്രമേ ഞാൻ പഠിക്കത്തുള്ളൂ. സഭ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു, സഭയുടെ ഒഫീഷ്യൽ ടെസ്റ്റ്, ബൈബിൾ വ്യാഖ്യാനം നമുക്ക് വായി തോന്നണ പോലെ പറയാൻ പറ്റത്തില്ല. ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമാണ് സഭയുടെ ഓൾട്ടർ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടുന്ന് അഭിഷിക്തനല്ലേ സംസാരിക്കണത്. അപ്പോൾ നമ്മൾ എപ്പോഴും സഭ എന്ത് ഈ വിഷയത്തിൽ പറയുന്നെന്ന് നോക്കിയിട്ട് സഭയുടെ പഠനങ്ങളെ പൂരകമാക്കാനേ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനത് എപ്പോഴും നോക്കുന്നുണ്ട്. അങ്ങനെയാണ് പഠിക്കുന്നത് സഭ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സഭയുടെ പഠനങ്ങളിൽ നിന്ന് വ്യത്യസ്തം വരികയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശോഷണമുണ്ട്, വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം അത് അങ്ങനെ ഞാൻ നോക്കും, സത്യമായിട്ട് നോക്കും. പക്ഷേ പലതും ഈശോ ഇവിടെ ഇപ്പം തന്നെ ഇപ്പം ഈ കൈ ശോഷിച്ചു പോയ മനുഷ്യനെക്കുറിച്ച് എന്താ ഈശോ പറയണത്? അത് അയാൾക്ക് ഫുൾ മെറിറ്റ് പോയ ഒരാളാണ്, കംപ്ലീറ്റ് മെറിറ്റില്ല. എന്താണ്? ജന്മനാ അയാൾക്ക് കൈ സൂക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ എന്താ ഈശോ പറയണത്? അയാൾക്ക് ചെയ്തിരിക്കണത് എന്താണ്? ഫുൾ ഗ്രേസാണ്. അതിന് ഈശോ എന്താ വെച്ചാൽ ദൈവത്തിൻ്റെ കൈയാണ് നീണ്ടു വരണത്. അയാളുടെ കൈ നീണ്ടു വരാൻ പറ്റണില്ലല്ലോ, ജന്മനല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യും? ദൈവം എന്ത് ചെയ്യും? നിൻ്റെ ജന്മം ഇങ്ങനെയാണ്, നിൻ്റെ വിധിയാണിതെന്ന് പറഞ്ഞ് ദൈവം നിന്നെ കൈവിടത്തില്ല. മനസ്സിലായില്ല? പല ആൾക്കാരും നമ്മുടെ വിധിയാണ്, അത് നമ്മുടെ വിധിയാണെന്ന് പറഞ്ഞ് നമ്മളെ കൈവിടും. പക്ഷെ ദൈവം വിധിയാണെന്ന് പറയും, കൈ സൂക്ഷിച്ചു പോയി, അത് നിൻ്റെ വിധിയാണ്, അത് നിൻ്റെ ജന്മമാണെന്ന് പറഞ്ഞ് ദൈവം നിന്നെ കൈവിടത്തില്ല. മറിച്ച് എന്ത് ചെയ്യും? നിങ്ങളുടെ ആരുടെ, അതാണ് 12:11 അല്ലേ? എന്താ എത്രയാ മോളെ? 12:13. അതായത് നിങ്ങളിൽ ആരുടെ ആടാണ് കിണറ്റിൽ വീണുപോയാൽ അതിനെ ശാപത്തിൽ പിടിച്ചു കയറ്റാത്തത്? അപ്പോൾ പിടിച്ചു കയറ്റുന്നത് ആരുടേതാണ്? ആടിൻ്റെ കൈയൊന്നും അല്ലല്ലോ, അകപ്പെട്ടവൻ്റെ കൈയാണോ? അല്ല, രക്ഷിക്കാൻ വന്നവൻ്റെ കൈയാണ്. രക്ഷിക്കാൻ വന്നവൻ ആരാണ്? യേശുവാണ്. യേശുവിൻ്റെ കൈകൾ നിൻ്റെ നേരെ നീളും, നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകളുടെ മേലെ നീരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക ദൈവവേദനെ, നിനക്ക് ഒരു മെറിറ്റും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യരുത്. ഇപ്പം ചിലർ ഉടമ്പടി എടുത്തിട്ടും അവർക്കറിയാം, അവർക്ക് വയസ്സ് 47ആയി, ഇനിയിപ്പോൾ ഏത് പെണ്ണിനെ കെട്ടാനാണ്. ആൾക്കാരുടെയൊക്കെ മനസ്സിലിരിക്കണതാണ്. അവർ ഉടമ്പടി എടുക്കും, എന്നിട്ട് അവർ പണ്ടത്തെ പോലെ തന്നെ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യും. അതല്ല, എനിക്ക് വയസ്സ് 47, ഇനി ഏത് പെണ്ണെ കെട്ടാനാണ്, എല്ലാവരും കരടായി പോവുകയാണ്, നമുക്ക് വേണ്ട. അത് ചോദിച്ചിട്ട് ഇവൻ്റെ മെറിറ്റ് വെച്ച് ഇവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഇവൻ്റെ കോൺഫിഡൻസ് പോകും. ദാറ്റ് ഇസ് നോൺസെൻസ് എന്നാണ് ബൈബിൾ പറയണത്. മനസ്സിലായില്ലേ? നിനക്ക് മെറിറ്റില്ല, യോഗ്യതയില്ല, ഫിസിക്കൽ മെറിറ്റില്ല, ഭൗതികമായ യോഗ്യതയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നീ ഫയൽ ക്ലോസ് ചെയ്യരുത്.
നിൻ്റെ ഫയലിൽ ഒപ്പിടാൻ വേണ്ടി ഒരാളെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ആൻഡ് ഫുൾ ഗ്രാൻഡായിട്ട് തരികയാണ് ദൈവം. മനസ്സിലായേ? സബ്സിഡിയും ഉണ്ട്, ഗ്രാൻഡും ഉണ്ട്. ചിലപ്പോഴേ ഫുൾ ആൻഡ് ഫുൾ ഗ്രാൻഡായിട്ട് തരും. കഴിഞ്ഞ ദിവസം റീന ലാലു എന്ന് പറഞ്ഞൊരു കുഞ്ഞ്, ഒരു മോള് സാക്ഷ്യം പറഞ്ഞ കൊല്ലത്തുകാരത്തിയ ജോഷി, ബീന ലാലുവിൻ്റെ സാക്ഷ്യത്തിൽ വരുന്നതേ ബീന ലാലുവിൻ്റെ മകനാണ്. നിങ്ങളെ സാക്ഷ്യം ഒന്ന് കേൾക്കണം കേട്ടോ. സാക്ഷ്യം എല്ലാം കേൾക്കണേ. സാക്ഷ്യം ഈ ഉടമ്പടിയായ കാരണമേ, ഉടമ്പടി സാക്ഷിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ടോണിക്ക് പോലെ പ്രവർത്തിക്കണം, ബൂസ്റ്ററാണ്. കാര്യം എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഈ ഉടമ്പടിക്കാരൊക്കെ എന്തെങ്കിലും തരത്തിലൊരു പമ്മിങ് വന്നു കഴിഞ്ഞാൽ 2 സാക്ഷി കേൾക്കുമ്പോൾ നിങ്ങൾ ബലം പ്രവർത്തിക്കും. എന്താ കാര്യം? ദൈവം അനുദിനം ചെയ്യണതാണ്, പണ്ട് ചെയ്തതല്ല, ഈ ആഴ്ച ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ വായിക്കുന്നത്. ഈ ആഴ്ച ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ വായിക്കുന്നത്. ഇപ്പം ബീന ലാലു അല്ലേ, ബീനൻ്റെ സാക്ഷ്യം, ബീനലാൻ്റെ സാക്ഷ്യത്തെ ബീനമ്മൻ്റെ മകന് ജോലിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നാട്ടിൽ നിന്ന് കുറേയൊക്കെ ജോലിക്ക് അന്വേഷിച്ചു, ഒരു നിവൃത്തിയില്ലാത്ത രീതിയിൽ. അപ്പോൾ ഇവനെ ഇവിടുന്ന് ഏജൻറ്റ് കൊണ്ടുപോയി, ഗൾഫിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഒരു കോഴിക്കോടുകാരൻ ഫോട്ടോഗ്രാഫർ അവനെ കണ്ടു. അവനോട് കാര്യങ്ങൾ ചെന്ന് പറഞ്ഞ് ശരി, ഇവൻ പഠിച്ചിരിക്കുന്ന ഹോട്ടൽ മാനേജ്മെൻറ്റാണ്. പക്ഷേ ഭക്ഷണം കഴിക്കണ്ടേ, പഠിച്ച ജോലി അവിടെ കിട്ടണില്ല, ഭക്ഷണം കഴിക്കണ്ടേ, താമസം വേണ്ടേ. അപ്പോൾ ഇവൻ്റെ താമസം എന്ന് പറയണത് ഒരു ബന്ധുവിൻ്റെ കൂടെ താമസിച്ച് പിന്നെ ഈ ഫോട്ടോഗ്രാഫർ ജോലി കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയി. പക്ഷേ 1 മാസം ജോലി എടുത്തപ്പോൾ ഫോട്ടോഗ്രാഫർ, പുള്ളി ഇതൊരു കൃഷിയായിട്ട് ചെയ്യുന്ന ആളാണ്. ആൾക്കാരെ കൊണ്ടുപോവുക, 1 മാസം നിർത്തുക, വിസ കൊടുക്കുക, എന്നിട്ട് 1 മാസം കഴിയുമ്പോൾ പറഞ്ഞു വിടുക, എന്നിട്ട് വിസയുടെ കാശ് 1 ലക്ഷം ചോദിച്ച് ഇവൻ്റെ പുറകെ നടക്കുക, അല്ലെങ്കിൽ അവന് കേസിൽ കൊടുക്കുക, ഇങ്ങനെ കാശുണ്ടാക്കുന്ന ഒരാളാണ്. എന്തെല്ലാം തരം ഫ്രോഡ് പാർട്ടിയാണെന്നറിയാമോ? അതുകൊണ്ടാണ് നിങ്ങളെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. എന്തെല്ലാം തരത്തിലുള്ള മനുഷ്യരാണ് ഈ ലോകത്ത് ജീവിച്ചേക്കണത്. കൈ നനയാതെ മീൻ പിടിക്കുന്നവന്മാരുടെ അണ്ണന്മാരുടെ എണ്ണം കൂടുതലാണ്. അപ്പോഴേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അവസാനം ഈ ഫോട്ടോഗ്രാഫിന് ജോലി കൊടുത്തിട്ട് ഇവന് 1 മാസം ജോലി എടുത്തിട്ട് പുള്ളിയുടെ സ്ഥിരം കലാപരിപാടി പോരാ, പുള്ളിയെ ഡിസ്മിസ് ചെയ്ത് പോരെ, പാവപ്പെട്ടവനെ ഡിസ്മിസ് ചെയ്ത അവസാനം അപ്പോഴേ ബാക്കിയെല്ലാം ഇവൻ്റെ കയ്യിരിക്കുകയല്ലേ, പാസ്പോർട്ടും വിസയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവൻ്റെ കയ്യിലല്ലേ. എന്നിട്ട് ഇവനെ പറഞ്ഞു വിട്ട്, നീ വേറെ ഇവിടെ ജോലിയൊന്നുമില്ല, വേറെ എവിടെയെങ്കിലും പോയി ജോലി നോക്കാൻ പറയും. അവനെവിടെ ജോലി കിട്ടാനാണ്? ഇനി ജോലി കിട്ടാത്തതിന് റിലീവിങ് ഓർഡർ കൊടുക്കണ്ടേ? റിലീവിങ് ഓർഡർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ വിസ വെച്ചിട്ട് ബാർഗൈൻ ചെയ്തിട്ട് 1 ലക്ഷം രൂപ മേടിക്കും. ഇതാണ് പുള്ളിയുടെ കൃഷി. 1 മാസം നിർത്തുക, ഡിസ്മിസ് ചെയ്യുക, അവനെ കൊണ്ട് വേറെ എവിടെയും ജോലി എടുപ്പിക്കുക, വിടുക, എന്നിട്ട് അതിൻ്റെ പേരിൽ കാശ് വാങ്ങിക്കുക. അങ്ങനെ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ അമ്മയെ വിളിച്ച് പറഞ്ഞു, അമ്മേ ഞാൻ മുസ്ലിം പള്ളിയിലൊക്കെയാണ് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞ്. മുസ്ലിം പള്ളിയുടെ വാതിക്കലേ അവരെ കിടക്കാൻ സ്ഥലമില്ലല്ലോ, അവനെ പറഞ്ഞു വിട്ടില്ലേ. അപ്പോൾ അവനവിടെ കറങ്ങി നടന്നപ്പോൾ ഈ മുസ്ലിം പള്ളികളൊക്കെ ഉണ്ടാകുമല്ലോ, പള്ളികളുടെയൊക്കെ വരാന്തൊക്കെ രാത്രി കിടന്നുറങ്ങും, എന്തെങ്കിലും തണുപ്പും ചൂടുമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ അമ്മയോട് അവൻ തുറന്നു പറഞ്ഞപ്പോൾ അമ്മ ഇത് ആരോടും പറഞ്ഞില്ല. എന്താ കാര്യം? ഭയങ്കര വിഷമമല്ലേ, മകൻ ചെന്നിങ്ങനെ അകപ്പെട്ടു, അവൻ്റെ അതുകൊണ്ട് അവന് ജോലിയും പോയി, ഭക്ഷണത്തിന് മാർഗമില്ല, അതിന് വിഷമമായി. അപ്പോഴീ അമ്മ ഉടനെ ഈ ബീന ലാലു ഉടനെ ആരോടും പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ട്, ആരോടും പറഞ്ഞാൽ നാട്ടിൽ പറഞ്ഞ നാണക്കേടല്ലേ, അത് കാരണം ഇവളുടെ അനിയത്തി ഹൈദരാബാദിലാ മറ്റും ഉണ്ട്. ഹൈദരാബാദിലെ അനിയത്തിനെ വിളിച്ച് പറയും, എന്താ പറയണത്, എടി ഇങ്ങനെയാണ്, കൊച്ചിന് ഭക്ഷണമില്ല, അവനവിടെയൊക്കെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്, രാത്രി ഉറങ്ങാൻ സ്ഥലം പോലും ഇല്ല, എന്ത് ചെയ്യുവഴിയെന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ അനിയത്തി പറയണൊരു വാക്കുണ്ട്, ഞാനൊരു ഉപായം പറഞ്ഞു തരാമെന്ന് പറയും. അപ്പോഴേ നമ്മളെന്താ കേട്ടാൽ എന്താ മനസ്സിലാക്കണത്? നമ്മൾ കേൾക്കണത് അനിയത്തിന് ആരെങ്കിലും ഗൾഫിലുണ്ടാവും, അവനവിടെ ജോലി കൊടുക്കാമെന്നേ പറഞ്ഞു. അതല്ല അവൾ കൊടുക്കണത്. അവൾ പറയണത് കൃപാസത്തിൽ നമ്പരാണ് കൊടുക്കണത്.
ഇതാണ് വ്യത്യാസം. ഈ മനുഷ്യന്മാരുടെ വിശ്വാസ നിലവാരം കണ്ട. എൻ്റെ പേര് ദാസൻ. ഇത് എൻ്റെ ഭാര്യ ഗീത. ഞാൻ അങ്കമാലി താബോർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2022 നവംബർ 19 എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി ഇപ്പോൾ 3ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞു. ആ ചേച്ചി എന്നെ നിർബന്ധിച്ചാണ് ഇവിടെ കൊണ്ടുവരാൻ കാരണം. എന്നോട് പല പ്രാവശ്യം ആ ചേച്ചി പറഞ്ഞു, ദാസ നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി വെക്കുക, നിൻ്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം തീരും, അതിന് പ്രശ്നത്തിനൊരു പരിഹാരം കാണും. അങ്ങനെയാണ് ഞാൻ ആ ചേച്ചിയുടെ നിർബന്ധ പ്രകാരം, ആ ചേച്ചി ഇവിടെയല്ല ജോലി ചെയ്യുന്നത്, അത് ബാംഗ്ലൂരാണ്. എന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ആ 2 ദിവസം ലീവ് എടുത്ത് ആ ചേച്ചി എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്താണ് ആ ചേച്ചി ജോലിക്ക് പോയത്. അപ്പം നിർബന്ധിച്ച് തന്നെയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെങ്കിൽ പോലും എനിക്കിവിടെ വന്ന് ഞാൻ ഉടമ്പടി മുകളിൽ നിന്ന് എഴുതി ക്ലാസ് കേട്ട് താഴെ വന്നു. എനിക്ക് ആദ്യമായി കിട്ടിയത് മാതാവിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരാൻ, മാതാവിനെ കൊട ചോദിച്ച് എനിക്ക് വരാൻ സാധിച്ചു. അതുപോലെ തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുവന്ന ചേച്ചി എന്നെ പറഞ്ഞു, അതിശയമാണ് ദാസ, ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കത് സാധിച്ചിട്ടില്ല. കാര്യം ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും എനിക്കത് കഴിഞ്ഞില്ല, ദാസന് അത് സാധിച്ചു, മാതാവ് കൂടെയുണ്ട്. ഞാൻ 35 വർഷമായിട്ട്, 35 37 വർഷം മുമ്പ് തുടങ്ങി മദ്യപിക്കുന്ന ആളാണ്. കാരണം എനിക്കൊരു 16-17 വയസ്സുള്ളപ്പോൾ എനിക്ക് പാറപ്പണിയായിരുന്നു, അതിനെ മദ്യം കഴിക്കായിരുന്നു. അത് ഇടയ്ക്ക് നിർത്തും, ഒരു ആകെ കൂടുതൽ നിർത്തിയാണത് ഒരു 2 വർഷമാണ്. അതിനുശേഷം ഒരു 15 ദിവസം അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ 2 മാസം ഇങ്ങനെയൊക്കെയാണ് മദ്യപാനം നിർത്തിയത്. ഞാനിവിടെ വന്ന് 19 ഉടമ്പടി വെച്ചു. ഞാൻ ഇവിടുന്ന് പോയിപ്പോൾ അങ്കമാലിയിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ ഒരു 8 മണി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായത് ആ ചേച്ചിയുടെ മകനാണ്. ഞങ്ങൾ രണ്ടാളും കയറി ഒരു ചെറുത് കഴിച്ചുകൊണ്ട് വീട്ടിൽ പോയത്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കണമെന്ന് തോന്നി, ഞാൻ വീണ്ടും പോയി. വൈകുന്നേരം ഞാൻ ഒരു ദിവസം 2 നേരം കഴിക്കും, കാലത്തും കഴിക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കും, വൈകിട്ടും കഴിക്കും. അന്ന് ഞാൻ വൈകിട്ട് കഴിക്കാൻ നേരത്തെ ഉച്ചയ്ക്ക് കഴിച്ചുകൊണ്ട് പോകുന്നതാണ്. പിന്നെ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ കഴിക്കാൻ തോന്നിയില്ല, പോകാൻ തോന്നിയില്ല. അന്ന് അങ്ങനെ 2022 നവംബർ 20 എൻ്റെ മദ്യപാനം നിർത്തിയതാണ്. ഇന്ന് വരെ എനിക്ക് അതിനോടൊരു ചിന്തയുണ്ടായില്ല. കാര്യം ഇത് പല ആളുകളും ഇവിടെ സാക്ഷ്യപ്പെടുത്തി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ പോലും എനിക്ക് ഇന്ന് വളരെ സന്തോഷം, എൻ്റെ മാതാവ് എനിക്ക് ആ ചിന്ത പിന്നീട് ഉണ്ടായിട്ടില്ല. അതിനും വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ ഹാൻസ് ഉപയോഗിക്കും, എനിക്ക് പാറമണിയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഈ ഹാൻസ് ഉപയോഗിക്കുന്നത് ഒരു 10-15 വർഷമായിട്ടുള്ളൂ. പക്ഷെ അത് എന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമായി എൻ്റെ പിന്നാലെ തന്നെ കൂടി. പല മേഖലകളിലും ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇത് ഒഴിവാക്കി ആ യോഗത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പങ്കെടുക്കേണ്ടത് വന്നു കഴിഞ്ഞാൽ ഞാൻ അത് പരമാവധി ആ പരിപാടി ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ഈ ഹാൻസിനെ കൂട്ടുപിടിച്ചാൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഇവിടെ വന്ന് ഞാനൊരു 23-ാം തീയതി ആ സാധനം ഞാൻ ഒഴിവാക്കിയതാണ്. ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ ഞാനിത് എപ്പോഴെങ്കിലും ആവശ്യം വരും എന്ന് വിചാരിച്ച് ഞാൻ വീടിൻ്റെ ചാനലിലേക്ക് തന്നെ ഒരു പേപ്പർ വെച്ച് മൂടി അവിടെ വെച്ചായിരുന്നു. ഇനി എടുക്കില്ല എന്ന് അറിയാൻ ആവശ്യമില്ല. കാരണം എനിക്ക് അതിനു മുമ്പ് എൻ്റെ കാലിനൊരു ആക്സിഡൻറ്റ് പറ്റി കിടന്നപ്പോൾ എനിക്ക് ഈ സാധനം കിട്ടാതെ വന്നു. ആരും എനിക്ക് മേടിച്ചു കൊണ്ടുവരില്ലല്ലോ, ഓപ്പറേഷൻ ചെയ്ത് കിടക്കാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തായ എൻ്റെ അമ്മാവിനോട് തന്നെ വിളിച്ചു പറഞ്ഞ് അങ്ങേര് മേടിച്ചോന്ന് തന്നേപ്പോൾ എനിക്ക് ഭാര്യയോട് ദേഷ്യം, മക്കളോട് ദേഷ്യം, ഇത് കിട്ടാഞ്ഞിട്ട് ആ ഒരു ബുദ്ധിമുട്ട് അന്നുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ആ സാധനം കളയാണ്ട് എൻ്റെ വീട്ടിൽ തന്നെ വെച്ചത്. പക്ഷെ എനിക്ക് അന്ന് ഞാനത് വേണ്ടെന്ന് വെച്ചാൽ അന്ന് തുടങ്ങി ആ സാധനം അവിടെ ഇരുന്നു. പക്ഷെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അവിടെ ഒരു സാധനം പിള്ളേർക്ക് കൊണ്ട് കാട്ടിക്കളഞ്ഞാൽ. അങ്ങനെ ആ സാധനം കളഞ്ഞു. അപ്പോൾ എനിക്ക് ഇങ്ങനെ 2 കാര്യങ്ങളാണ് എന്നെ ഒഴിച്ചുവിടാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് മാതാവ് തന്നത്. എൻ്റെ ഉടമ്പടിയിൽ ഒന്നും മാതാവ് എനിക്ക് തന്നില്ല എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും മാതാവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അച്ഛന് ശ്വാസമുട്ടുണ്ടാവാറുണ്ട്. ശ്വാസമുട്ടിന് ഞാൻ തന്നെയാണ് ആസ്പത്രി കൊണ്ടുപോകണം. കാരണം ഇപ്പം എനിക്കൊരു പണിയില്ലാണ്ടിരിക്കുന്ന കാരണം
ഞാൻ അച്ഛനെ ആസ്പത്രി അനിയൻ്റെ അടുത്താണ് അച്ഛനും അമ്മയും താമസിക്കുന്നത്. അപ്പം ഞാൻ ആസ്പത്രി കൊണ്ടുപോകും. ഇപ്പം ഈ ഉടമ്പടി വെച്ച് ഫസ്റ്റ് ദിവസം ഞാൻ കൊണ്ടുവന്ന് അച്ഛനെ ആസ്പത്രി കൊണ്ടുപോയി മരുന്നൊക്കെ മേടിച്ച് 5 ദിവസം കിടന്ന് പോകുന്നു. പിന്നീട് ഒരു 10 ദിവസം എത്തിയപ്പോൾ വീണ്ടും അച്ഛന് ശ്വാസം മുട്ട് തുടങ്ങി. അപ്പം ഞാൻ കൊണ്ടുപോകണേക്കാൾ മുമ്പ് ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഈ ഉടമ്പടി ഉപ്പും കാശുരൂപം കൈ പിടിച്ച് കൊണ്ടുപോയി അച്ഛൻ്റെ അടുത്തേക്ക്. വീട്ടിൽ ചെന്ന് അച്ഛന് ഈ ഉടമ്പടി ഉപ്പ് ഇട്ട് ഞാൻ വെള്ളം അച്ഛന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്തു. അത് കുടിച്ചോളാൻ പറഞ്ഞു. അച്ഛനത് കുടിച്ചു. ഞാൻ കാശുരൂപം വെച്ച് അച്ഛൻ്റെ തലയിൽ പ്രാർത്ഥിച്ചു. ഞാൻ ആസ്പത്രി കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛന് വേറെ ശ്വാസം മുട്ടായിട്ടുള്ള ഇത് കുഴപ്പമൊന്നുമില്ല. ഓക്സിജൻ്റെ അളവ് നോർമലാണ്, വേണമെങ്കിൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കൊണ്ടുപോയാലും വീട്ടിൽ ചിലപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് വരണം. അപ്പോൾ അതിനുള്ള കാശ് എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ 5 ദിവസം കൂടി കിടക്കട്ടെ. അങ്ങനെ കിടന്നു. പക്ഷേ അച്ഛന് പിന്നീട് ഇപ്പോൾ 1.5 മാസമായി ഇതുവരെയായിട്ടും ആ ശ്വാസം മുട്ടുണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാതാവ് എനിക്ക് തന്നു. ഞാനിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ വീട് ചെത്തിയിലാണ്. അപ്പോൾ അതിന് ഈ 2 തീയതി മാർച്ച് 2 തീയതിയാണ് എനിക്ക് അദാലത്തിൽ വെച്ചേക്കണത്. അപ്പം ഞാൻ ഇവിടെ വന്ന അച്ഛൻ മാതാവിൻ്റെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മാതാവ് എനിക്ക് നേടിത്തരും എന്നുള്ള വിശ്വാസത്തിലാണ്. എനിക്ക് സ്ഥലം വിൽക്കാനുണ്ട്, ഒന്നും കച്ചവടമാവുന്നില്ല. അതിനുവേണ്ടിയാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയാൻ ഉടമ്പടി വെച്ചത്. യേശുവേ നന്ദി. ഞാനിവിടെ നിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവിന് കിട്ടിയ അനുഗ്രഹത്തിന് മാതാവിനും ദൈവത്തിനും നന്ദി പറയാൻ വേണ്ടിയാണ്. ഞാനിവിടെ തിരുവല്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എൻ്റെ അമ്മയാണ് ഇവിടെ 31/7/2022 ഉടമ്പടി എടുത്തത്. എൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഷാർജയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ലീവിന് നാട്ടിൽ വന്നപ്പോഴാണ് ജൂൺ മാസത്തിലാണ് ക്യാൻസറാണെന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ അവിടെ കാണിച്ചപ്പോഴത്തേക്കും അവർ ഡോക്ടേഴ്സ് ആദ്യം കൊണ്ട് കാണിച്ചു. മൂക്കിൽ നിന്ന് 2 തവണ ബ്ലഡ് വന്നപ്പോൾ കൊണ്ട് കാണിച്ചു. അവർ പറഞ്ഞു ക്ലൈമറ്റിൻ്റെ പ്രോബ്ലത്തിൽ നിന്നുണ്ടായതാണ്, അത് സാരമില്ല, നോർമലാണെന്നും പറഞ്ഞ് ഗുളിക കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതുപോലെ ചെവിക്കൊരു അടവ് പോലെയൊക്കെ വന്ന് 2-3 പ്രാവശ്യം ചെവിക്ക് അടവ് പോലെ വന്ന് ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ENTനെ കാണിക്കാൻ പറഞ്ഞ് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ചെവിയുടെ ഉള്ളിലുള്ള ചെറിയ ഞരമ്പുകൾക്ക് എന്തോ ക്ഷതം പറ്റിയത് കൊണ്ടാണ് ചെവിക്ക് കേൾവി കുറവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ഒന്നെങ്കിൽ നിങ്ങൾ 40% കേൾവിക്കുറവുണ്ടെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അത് ഇവിടെ ഒന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ നാട്ടിൽ പോകണം. നാട്ടിൽ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത്, ഇവിടെ എക്സ്പെൻസ് കൂടുതലാണെന്ന് പറഞ്ഞു. അങ്ങനെ മാർച്ച് ലാസ്റ്റ് നാട്ടിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി ENT കാണാൻ വേണ്ടി പോയ കൂട്ടത്തിൽ എൻ്റെ നിർബന്ധത്തോടെ ഹസ്ബൻഡിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയി ഹസ്ബൻഡ് വേണ്ട, കാണിക്കേണ്ട, ഇത് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, ഇതിപ്പോൾ ഓപ്പറേഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്തിട്ട് പോകാം, അവിടെ ചെന്ന് കഴിഞ്ഞ് വീണ്ടും വയ്യാഴിക വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് അങ്ങനെ പറഞ്ഞു. ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇതേപോലെ തന്നെ അവിടെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു 40% ചെവിക്ക് കേൾവിക്കുറവുണ്ട്, അത് ഞരമ്പിൻ്റെ പ്രോബ്ലം ആണ്, അതുകൊണ്ട് നമുക്ക് ആ കേൾവി തിരിച്ചു കിട്ടത്തില്ല, പോയത് തന്നെയാണ്, അത് തിരിച്ചു കിട്ടത്തില്ല ഇനി അതിനായിട്ടെന്ന് പറഞ്ഞു. അതിൽ നിങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഡോക്ടറോട് പറഞ്ഞു ഈ ചെവിക്ക് പ്രശ്നം വന്നപ്പോൾ തന്നെ ഈ സൈഡിൽ വലത്തെ ചെവിക്കായിരുന്നു പ്രശ്നം വന്നേ, അതിൻ്റെ നേരെ താഴെ സൈഡിലായിട്ട് ഒരു മുഴ പോലെയുണ്ട്, ഡോക്ടർ ഒന്ന് നോക്കിക്ക്, തലനീരിറങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ തൊട്ട് നോക്കിയപ്പം പുറമേ ഒന്നും കാണാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു, അകത്തായിട്ട് ഒരു ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആദ്യം കാണിച്ച സർജൻ ഡോക്ടറായിരുന്നു, അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് നമുക്ക് നോക്കാം, പരിശോധിക്കാം, കാരണം ഇത് ക്യാൻസർ ഒന്നും അല്ല, പേടിക്കണ്ട, ഇത് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പ്രെഡ് ആയേനെ, ഒന്നിൽ കൂടുതൽ മുഴകൾ കണ്ടേനെ, ഒന്നായതുകൊണ്ട് നമുക്കൊരു സംശയം TB ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ അല്ല നമുക്ക് ഉറപ്പ് തന്നപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനമായി. ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും ജോലിക്ക് പോകാമല്ലോ, മരുന്ന് മേടിച്ചുകൊണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർക്ക് എന്തോ സംശയം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഡോക്ടർ സ്കാനിങ് ഒക്കെ എടുക്കാൻ പറഞ്ഞു. പക്ഷേ ഹസ്ബൻഡിന് കുറച്ച് പോകണം എന്നുള്ള ഇതുകൊണ്ട് ഭയങ്കര പേടിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം ഡോക്ടർ എന്തോ ഞങ്ങളോട് പറഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല, ഈ TB തന്നെയാണ്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ എന്തായാലും വേണ്ടി വരും, മുഴ എടുത്തിട്ട് നമുക്ക് പരിശോധനയ്ക്ക് വിടേണ്ടി വരും, അതുകൊണ്ട്
ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഒരു സർജൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ പോയി കാണിച്ചത്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അതിനുള്ള ഫെസിലിറ്റീസ് കുറവാണ്, എന്തെങ്കിലും ഹെഡിൻ്റെ മെയിനായിട്ടുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്നും പറഞ്ഞ് ഡോക്ടർ പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ തിരുവല്ല പുഷ്പകരിലേക്ക് ഞങ്ങൾക്ക് നല്ലൊരു മെയിൻ ഡോക്ടറെ, പ്രൊഫസർ ഡോക്ടറെ റെഫർ ചെയ്ത് തന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ അവിടെ ഇല്ല. ആ ഡോക്ടർ അവിടുന്ന് ചികിത്സിക്കുന്നില്ല, അവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ആ ഡോക്ടറെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ വീണ്ടും ഈ സർജൻ ഡോക്ടറെ വിളിച്ചപ്പോൾ സർജൻ ഡോക്ടർ പറഞ്ഞു ആ ഡോക്ടർ പോയെങ്കിൽ കുഴപ്പമില്ല, ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ. ഞാനെന്നും പറഞ്ഞ് പുള്ളി തന്നെ അവിടെയുള്ള വേറൊരു പ്രൊഫസർ സർജനെ ഞങ്ങൾക്ക് തരുമായിരുന്നു വിളിച്ചിട്ട്. ആ ആളെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഡോക്ടറെ